നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഫിസിയോതെറാപ്പി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ നടത്തിയ സംസ്ഥാനതല ദിനാഘോഷം ശ്രീ മാത്യു ടി തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PS ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം ബിന്ദു റജി തോമസ്, KAPC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ R ലെനിൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ദീപു S ചന്ദ്രൻ, ഡോക്ടർ ശരത്, ഡോക്ടർ ഗോപകുമാർ പണിക്കർ, ഡോക്ടർ റോണിയോ ബാബു, ഡോക്ടർ റിജോ ഫിലിപ്പ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. വയനാടിന് ഒരു കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അസോസിയേഷന്റെ പേരിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് MLAക്ക് കൈമാറി. തിരുവനന്തപുരം ജില്ലയിൽ ലോക ഫിസിയോതെറാപ്പി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടുവേദനയും തൊഴിലാളിയും പിന്നെ ഫിസിയോതെറാപ്പിയും എന്ന അടിക്കുറിപ്പിൽ സെപ്റ്റംബർ 10, 11, 12 തീയതികളിൽ സർവേ ഓഫീസ് വഴുതക്കാട്, ടാക്സ് ടവർ കരമന, ഹോമിയോ കോളേജ് ഐരാണിമുട്ടം എന്നിവിടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പും അവയർനെസ് ക്ലാസും ഉണ്ടാകുമെന്നും അതിനുശേഷം പല ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളിലും ഇത് ആവർത്തിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് കണ്ടല, ജില്ലാ സെക്രട്ടറി ശ്രീ പ്രബിൻ P നായർ എന്നിവർ അറിയിച്ചു. രാജ്യത്ത് ഒരാളിൽ MPOX സംശയിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിദേശത്തു നിന്നെത്തിയ യുവാവിലാണ് രോഗലക്ഷണം കണ്ടത്. ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന AAY കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NPI കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. ADGP MR അജിത് കുമാർ അവധി നേരത്തെയാക്കാൻ സാധ്യത. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് നിലവിൽ അവധി അനുവദിച്ചിരിക്കുന്നതെങ്കിലും ആരോപണങ്ങളും നിലവിലെ വിവാദങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും അന്വേഷണം നടക്കുന്നതിനാലും നേരത്തെ തന്നെ അവധി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അവധിയിൽ പോകുന്നത് തെളിവുകൾ അട്ടിമറിക്കാനാണെന്നും PV അൻവർ MLA ആരോപിച്ചു. മാമി തിരോധാനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്. ഇതിന് തെളിവുകളുമുണ്ട്. ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. CBI വരണമെന്ന ആവശ്യത്തിൽ നിന്നും തൽക്കാലം പിന്മാറാൻ കുടുംബത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം ADGPയെ മാറ്റുമോ എന്ന ചോദ്യത്തിൽ നല്ലതിനായി പ്രാർത്ഥിക്കാം എന്നായിരുന്നു അൻവറിന്റെ മറുപടി. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും PV അൻവർ. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരെന്നും പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടതെന്നും സർക്കാർ അത്തരമൊരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ADGP MR അജിത് കുമാർ ആരെ കാണാൻ പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM-മായി അതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്നും ADGPയും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് മാധ്യമങ്ങളാണെന്നും അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും CPM ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 6 മണിക്ക് പ്രതിഷേധ തീപ്പന്തം നടത്തുമെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി M ലിജു. ലീഡർ K കരുണാകരന്റെ മകൻ K മുരളീധരനെ തൃശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് VD സതീശനും സംഘവും ബലിയാടാക്കുകയായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അവിടെ വിജയസാധ്യത VS സുനിൽകുമാറിനായിരുന്നു എന്നാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നതെന്നും അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് LDF-ലേക്കാണ് പോയതെന്നും പറയുന്നു. അപ്പോൾ പിന്നെ വിജയസാധ്യത ഇല്ലാത്തടത്ത് എന്തിനാണ് K മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതെന്നും K സുരേന്ദ്രൻ ചോദിച്ചു. സംസ്ഥാനത്ത് അവയവം മാറ്റിവെക്കൽ പ്രക്രിയ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ ഉപദേശക സമിതി രൂപീകരിച്ച് വിജ്ഞാപനമിറക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. 1994-ലെ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരമായിരിക്കും ഈ സമിതി പ്രവർത്തിക്കുക. അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഉപദേശക സമിതിയുടെ ചുമതലകൾ. തലസ്ഥാന നഗരത്തിൽ 4 ദിവസമായുണ്ടായ ജലവിതരണ മുടക്കത്തിൽ ജല അതോറിറ്റിയെ വിമർശിച്ച് CPM MLAയും കോർപ്പറേഷൻ മുൻ മേയറുമായ VK പ്രശാന്ത്.
ജല അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻധാരണയില്ലാതെയാണ് അതോറിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും പ്രശാന്ത് ആരോപിച്ചു. ഒരു സ്ഥലത്ത് പണി നടക്കുന്നത് കാരണം മുഴുവൻ ജലവിതരണവും മുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച MLA കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ശമ്പള വർധനയും ബോണസ് വർധനയും അംഗീകരിച്ചതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരമാണ് ഒത്തുതീർത്തത്. ജീവനക്കാരുടെ ബോണസ് 1000 രൂപ വർദ്ധിപ്പിച്ചു. ലോഡിംഗ് തൊഴിലാളികളുടെ ശമ്പളം 20% വർദ്ധിപ്പിച്ചു. പുഷ്ബാക്ക് ഓപ്പറേറ്റർമാർക്ക് 10% ശമ്പള വർധനവും അനുവദിച്ചു. കുട്ടനാടിന്റെ കായൽ സൗന്ദര്യം കുറഞ്ഞ ചിലവിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കി KSRTCയുടെ ബജറ്റ് ടൂറിസം സെൽ. ജലഗതാഗത വകുപ്പുമായി ചേർന്നാണ് KSRTC ബജറ്റ് ടൂറിസം സെൽ കായൽ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കുന്നത്. 120 സീറ്റുകളുള്ള വേഗ 2 ബോട്ടിൽ 5 മണിക്കൂർ കൊണ്ട് 52 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുള്ള യാത്രാനുഭവമാണ് ലഭിക്കുക. രാവിലെ 10:30 സർവീസ് ആരംഭിച്ച് 4 മണിയോടെ ആലപ്പുഴയിൽ എത്തുന്ന വിധത്തിലാണ് യാത്ര. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ SFI നേതാവ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ SFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ വിദ്യാർത്ഥി അറസ്റ്റിലായി. 3 ആഴ്ചയായിട്ടും മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും മൗനം അപമാനകരമാണെന്ന് KPCC സെക്രട്ടറി A പ്രസാദ്. 2023 മെയ്യിൽ കോളേജ് അവധിക്കാലത്ത് D സോൺ മത്സരങ്ങളുടെ തയ്യാറെടുപ്പിന്റെ സമയത്താണ് സനേഷ് എന്ന വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ച നടത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്കെന്ന് ദേശീയ മാധ്യമങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 മാസത്തിനിടെ റഷ്യയും യുക്രൈനും സന്ദർശിക്കുകയും വ്ളാഡിമിർ പുതിൻ, സെലൻസ്കി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡോവലിനെ അയക്കാൻ തീരുമാനമുണ്ടായത്. 2026ഓടെ ചൊവ്വയിലേക്ക് സ്റ്റാർഷിപ്പുകളെ അയക്കും എന്ന പ്രഖ്യാപനവുമായി സ്പേസ് എക്സ് തലവൻ എലോൺ മസ്ക് ചൊവ്വയിലെ ലാൻഡിംഗ് പരിശോധിക്കാനായി അൺക്രൂഡ് ടെസ്റ്റ് നടത്തും. ആ ലാൻഡിംഗ് വിജയകരമായാൽ 4 വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള പേടകം അയക്കും എന്നും സ്പേസ് എക്സ് സ്ഥാപകനും CEOയുമായ മസ്ക് എക്സിലൂടെ അറിയിച്ചു. കേരള ഹോക്കി അസോസിയേഷനെതിരെ സംസാരിച്ചുവെന്ന പരാമർശത്തിൽ പ്രതികരിച്ച് ഹോക്കി താരം PR ശ്രീജേഷ്. ഹോക്കിയെ സ്നേഹിക്കുന്നുവെന്ന് നടിച്ച് ചിലർ എതിരെ നിൽക്കുന്നുണ്ടെന്നും കേരള ഹോക്കി അസോസിയേഷനൊപ്പം താനും സഹകരിക്കുന്നുണ്ടെന്നും ഇതിന് തുരങ്കം വെക്കുന്നവരെയാണ് വിമർശിച്ചതെന്നും അസോസിയേഷനെ വിമർശിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിക്കരുതെന്നും ശ്രീജേഷ് പറഞ്ഞു. അസോസിയേഷനിൽ ഉള്ളവർ ഹോക്കിക്കായി പരിശ്രമിക്കണമെന്നും താൻ ഒറ്റയ്ക്ക് എടുത്താൽ പൊങ്ങില്ലെന്നുമായിരുന്നു ശ്രീജേഷിന്റെ പരാമർശം.